ടീച്ചറെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല, അവരുടെ പേരിലിട്ടിട്ടില്ല. എനിക്ക് ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരു ഇതിന്ന് മറ്റേ യൂട്യൂബിൽ നിന്ന് എനിക്കൊരു ഇതിട്ട് അത് ഞാൻ ആദ്യമായിട്ട് ഇട്ടത്. എനിക്ക് തോന്നി ഞാനാണ് അത് ഈ പറവൂരയിൽ കിട്ടണം. ഈ ഇത് വെച്ചുകൊണ്ടാണ് ഇപ്പം എന്നെ അവർ ടാർഗറ്റ് എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുടുംബത്തെയും എൻ്റെ വൈഫിനെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ. എൻ്റെ വൈഫെന്ന് പറഞ്ഞാൽ നടക്കാൻ പാടാത്തതാണ്. അതിനെനിക്ക് വിരോധമില്ല. ഇവരിപ്പോൾ എനിക്ക് MLA ടാർഗറ്റ് ചെയ്യണം. അപ്പൊ ഭാര്യയും കുടുംബമൊക്കെ കഴിയുന്ന മാന്യനാണല്ലേ? സൂപ്പർ ഗോപാലകൃഷ്ണ. യൂട്യൂബർ ആരാണ്? ഷാജഹാനല്ലേ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത് CPM-കാർ കളിക്കേണ്ട, ഒരു ബോംബ് പൊട്ടാൻ പോകുന്നു. അതായത് KJ ഷൈൻ ടീച്ചർ എന്ന് പറയില്ല, ഷൈൻ ചെയ്യില്ല എന്ന് പറയും, ഉണ്ണികൃഷ്ണന്മാരെന്ന് പറയും, എന്നിട്ട് എക്സ്പോസ് ചെയ്യുന്നു. ഇത് കേരള പൊളിറ്റിക്സിനും കോൺഗ്രസിന്റെ പൊളിറ്റിക്സിനും ആത്മഹത്യാപരമാണ്. അതൊക്കെ പ്രേംകുമാറിന് വെറുതെ തോന്നുന്നത്. ആ മോഹങ്ങ് മാറ്റി വെച്ചേക്ക്. ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറുന്ന എന്തിനാ? ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവില്ല എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? അയ്യോ പാവം, ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ. ഈ പാവത്തിന് വെറുതെ വീട് മക്കളെ. അദ്ദേഹത്തിന് ഒന്നും അറിയില്ല, ശുദ്ധ പാവം. കോൺഗ്രസ് പാർട്ടിയെ മാത്രം നമുക്ക് നന്നാക്കിയാൽ മതിയോ? കേരളത്തിലെ എല്ലാ പാർട്ടികളെയും പൊതുസമൂഹത്തിന്റെ ഭാഗം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അതിലുള്ള നേതാക്കന്മാർ മുഴുവൻ നമ്മൾ ഏതെങ്കിലും ഹാച്ചറിയിൽ വെച്ച് വിരിയിച്ചെടുക്കുന്ന ആളുകളൊന്നുമല്ല. പ്രത്യേകം നമ്മൾ പറയുന്ന അതേ ക്ലോണായിട്ട് വരാൻ എല്ലാ ആളുകൾക്കും ചില വീഴ്ചകളുണ്ടാവും, പരിമിതികളുണ്ടാവും, കുറവുകളുണ്ടാവും. രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ലല്ലോ, സാമുദായിക നേതാക്കന്മാരുടെ ഭാഗത്ത് വീഴ്ചകൾ വന്നിട്ടില്ലേ? അതുപോലെ തന്നെ പല മാധ്യമ പ്രവർത്തകരുടെയും പരാതികൾ വന്നിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നു? ഇത് മാത്രം ചർച്ച ചെയ്താൽ പോരാ, ഇതും ചർച്ച ചെയ്യണം. ഇതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ നേരിടുന്ന ഇത്തരം ആക്ഷേപങ്ങളും ലൈംഗിക അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടണം. അതെന്തു ഇന്ത്യയിലും മറ്റൊരു നേതാവ് ചാനലിലൊക്കെ വന്നിരുന്ന് കോൺഗ്രസിനെ വെളുപ്പിച്ചെടുക്കാൻ നടക്കുന്ന മറ്റൊരു നേതാവ്, അദ്ദേഹം മതങ്ങളെയൊക്കെ കൂട്ടുപിടിക്കുക, മത നേതാക്കന്മാരെയൊക്കെ മാധ്യമ പ്രവർത്തകരെയൊക്കെ ഞങ്ങൾ മാത്രമൊന്നുമല്ല നിങ്ങളും ഉണ്ട് അവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആകെ കഷ്ടപ്പെടാണ്. പുള്ളി ഒരു പോസ്റ്റ് ഇട്ട് പോയി, പോലീസ് പുറകെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കണം. കാണാൻ നമുക്ക് പൂരം. ഷൈൻ ടീച്ചറെയും ഉണ്ണികൃഷ്ണൻ MLA-യും കണക്ട് ചെയ്തുകൊണ്ട് ഒരടിസ്ഥാനവുമില്ലാതെ പറഞ്ഞു പ്രചരിപ്പിച്ച കഥ ഏറ്റെടുത്ത് നടത്തിയത് ഇതുപോലുള്ള ചർച്ചകളിൽ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി അല്ല. KPCC നിയോഗിച്ചയക്കുന്ന 3 പേരായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കിയ കാര്യമാണ്. അതിലൊന്ന് ഡോക്ടർ ജിൻഡോ ജോണാണ്, ഒന്ന് BRM ഷഫീറാണ്, ഒന്ന് റിജിൽ മാക്കുറ്റിയാണ്. മറ്റെല്ലാവരെയും ഞാൻ വിടുന്നു. എന്നിട്ട് അതേ ജിൻഡോ ജോൺ തന്നെ ഇതേ ചർച്ചയിൽ വന്നിരിക്കുന്നു. പ്രേംകുമാർ സാർ എത്ര ശുദ്ധനായി പോയല്ലോ. പ്രതിപക്ഷ നേതാവ് പണ്ടേ പറഞ്ഞതിലെ ഒരു ബോംബ് വരാനുണ്ടെന്ന് ഒരാങ്ങിയൊക്കെ കാണിച്ച് പുള്ളി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തലയാട്ടിക്കൊണ്ട് CPM-നെതിരെ ഒരു വമ്പൻ ബോംബ് വരുന്നു. ആ ബോംബാണ് ഇപ്പോൾ പറവൂരിന്ന് പൊട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ? അതിപ്പോൾ നേരിട്ട് ഇറങ്ങി പൊട്ടിക്കാൻ പറ്റുമോ? അതിനൊക്കെയാണ് ഈ സാറന്മാരെയൊക്കെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അവരങ്ങ് അത് പ്രയോഗിച്ചു എന്ന് മാത്രം. പാവം ആ ഗോപാലകൃഷ്ണൻ സാർ ഇപ്പോൾ കടന്ന് കരയാണ്. പോലീസ് പിന്നാലെ ഉണ്ടത്രേ. ഇവർ രണ്ടുപേരും 2 പ്രതിപക്ഷ നേതാക്കൾ, ഒരാൾ കേന്ദ്രത്തിലും ഒരാൾ കേരളത്തിലും, രണ്ടുപേരും കോൺഗ്രസ്സുകാർ. രണ്ടുപേർക്കും അടുത്ത തെരഞ്ഞെടുപ്പെങ്കിലും അധികാരത്തിലെത്തണം. ഒരാൾക്ക് പ്രധാനമന്ത്രിയാവണം, മറ്റൊരാൾക്ക് മുഖ്യമന്ത്രിയും. അപ്പോൾ ഈ ഒരാളുടെ കയ്യിൽ ഹൈഡ്രജൻ ബോംബാണെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ ലൈംഗിക അപവാദ ബോംബുമാണുള്ളത്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സത്യാഗ്രഹത്തിൻ്റെയും പാർട്ടിയായിരുന്ന മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ ഇങ്ങേയറ്റത്തെ 2025 ആ പാർട്ടിയെ നയിക്കുന്ന 2 മഹാനേതാക്കന്മാർ. നമ്മളെത്ര ഭാഗ്യവാന്മാർ. ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറുന്ന എന്തിനാ? പ്രതിപക്ഷ നേതാവിന്റെ ഈ ചോദ്യത്തിന് ആരെങ്കിലും ഒന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കണേ.